ഇപ്പോൾ FCRA എത്ര ധൃതിപ്പെട്ടാണ്. എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? തീർത്തും ദുരുദ്ദേശം. തങ്ങൾ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന മറ്റൊരു വിഭാഗം, ആ വിഭാഗത്തെ കയ്യോടെ പിടികൂടുക, സ്ഥാപനങ്ങൾ കൈയടക്കുക. നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥയുടെ രാഷ്ട്രമല്ലേ, അതിനുതകുന്ന സമീപനമല്ലേ എടുക്കേണ്ടത്? അതാണോ ഇവിടെ നടക്കുന്നത്? ഒരു സ്ഥാപനം കണക്ക് കൊടുക്കാൻ വൈകിപ്പോയാൽ ഉടനെ സ്ഥാപനം കൈയടക്കുകയാണ്. ഇതാണോ ശരി? നമ്മുടെ നാട്ടിൽ അശരണർക്ക്, നിരാലംബർക്ക് വലിയ തോതിൽ താങ്ങും തണലുമാകുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളൊന്നും നടത്തുന്നതിന് ഗവൺമെൻറ് കാശ് കൊടുക്കുന്നില്ല. അതിനാവശ്യമായ ഫണ്ട് അവർ കണ്ടെത്തുന്നത് അവരുടെ ആളുകൾ തന്നെ ജോലിയെടുത്ത് നൽകുന്ന സംഭാവനയിലൂടെയാണ്. നല്ല ചാരിറ്റി പ്രവർത്തനം നടക്കുമ്പോൾ ആ നല്ല കാര്യത്തിന് സംഭാവന ചെയ്യാൻ ആളുകൾ തയ്യാറാകും. അതിനെ മറ്റൊരു കണ്ണിൽ കാണുകയാണ്, അത് പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ്. നാട്ടിലെ രാജ്യത്തെ ക്രൈസ്തവ സമൂഹ മേധാവികൾ ഒന്നടങ്കം അതിനെ ചോദ്യം ചെയ്തില്ലേ? തങ്ങൾ ആ നടപടി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞോ? ഇപ്പോഴും ആ നടപടിയിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുന്നത്. ശക്തമായ നിലപാടാണ് ഞങ്ങൾക്കതിലുള്ളത്. ഇത് പിൻവലിക്കണം. ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല. ഇവിടെയും കാണേണ്ട കാര്യം, ഇതിൻ്റെ തുടക്കത്തിൽ ഒരു പങ്ക് കോൺഗ്രസ്സിന് കാണാൻ കഴിയും. കോൺഗ്രസ്സാണ് ഈ പറയുന്ന ആദ്യ നിയമം കൊണ്ടുവരുന്നത്. അന്നവരൊരു കാര്യം ചെയ്തു, മറ്റെല്ലാവരെയും അതിൻ്റെ പരിധിയിൽപ്പെടുത്തി, RSSനെ പരിധിയിൽപ്പെടുത്തിയില്ല. ആ ഉപകാരം കോൺഗ്രസ് ചെയ്തു കൊടുത്തു. ഇപ്പോൾ BJPയുടെ കാലം, കോൺഗ്രസ് പാസ്സാക്കിയ നിയമം വെച്ചുകൊണ്ട് തീവ്രമായി ഈ വിഭാഗത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്നാണ് മുന്നോട്ട് പോയത്. എല്ലാ ഘട്ടത്തിലും ജനങ്ങളെയാണ് ഞങ്ങൾ വിശ്വസിച്ചത്, ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചു.